ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ മിസ്സലേനിയസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 9 പ്രൂവ് ദാറ്റ് ആണ്. ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സിൻ്റെ ആൻസർ ഹാഫ് ഇൻറ്റു കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ LHS നിന്ന് RHS കൊണ്ടുവരാം, അല്ലെങ്കിൽ RHS നിന്ന് LHS ആക്കാം. ഇവിടെ ഇപ്പോൾ LHSനകത്ത് ഒരൊറ്റ സിംഗിൾ ടൈമേ ഉള്ളതായതുകൊണ്ട് ഞാൻ RHS ആണ് ആദ്യം എടുക്കാൻ പോകുന്നത്. കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. സോ അതിനകത്ത് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതിന് ഒന്നുകിൽ ഐഡൻറ്റിറ്റി ആണെങ്കിൽ 11ലും 11ലും 10ലും പഠിച്ച ഐഡൻറ്റിറ്റി ആണെങ്കിൽ നമ്മൾ ആ ട്രിഗ്നോമെട്രിക്ക് പകരം ആ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഐഡൻറ്റിറ്റി ഇല്ല, നോക്കിയേ നമുക്ക് എക്സിന് പകരവും നമ്മൾ കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി വന്നാൽ നമുക്കതൊരു ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഇക്വേഷൻ മോഡലിൽ എഴുതാം എന്നുള്ളത് ഓർത്തുകൊണ്ട് ഏത് ഐഡൻറ്റിറ്റി അവിടെ ആപ്റ്റ് ആവുമോ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ പറയാം 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. എക്സിൻ്റെ പ്ലേസിൽ ടാൻ സ്ക്വയർ തീറ്റ വന്നാൽ നമുക്ക് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നതിനെ കോസ് 2 തീറ്റ എന്ന് എഴുതാം. സോ എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ സ്ക്വയർ വന്നാൽ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്ത് മാറ്റാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ എക്സിന് പകരം ടാൻ സ്ക്വയർ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എക്സിന് പകരം ടാൻ സ്ക്വയർ തീറ്റ കൊടുക്കണം. അപ്പോൾ നമ്മുടെ RHSന് വരുന്ന മാറ്റം എന്താ, ഹാഫ് കോസ് ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് കോസ് ഇൻവേഴ്സ്. നമ്മൾ എന്തിനാണ് 1 മൈനസ് ടാൻ സ്ക്വയർ അല്ല എക്സിന് ടാൻ തീറ്റ കൊടുത്തത്? 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ കോസ് 2 തീറ്റയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് കോസ് ഇൻവേഴ്സ് കോസ് തീറ്റയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. കോസ് ഇൻവേഴ്സ് കോസ് തീറ്റയാണ്, തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ 2 തീറ്റയാണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റ എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, തീറ്റയെ മാറ്റാൻ പോവുകയാണ്. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റയാണ്. എക്സ് എന്ന് ടാൻ സ്ക്വയർ തീറ്റയാണെങ്കിൽ ആദ്യം ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുത്താൽ റൂട്ട് എക്സ് എന്ന് പറഞ്ഞു സ്ക്വയർ മാറ്റാൻ വേണ്ടിയാണ് ടാൻ തീറ്റ എന്ന് കിട്ടും. സ്ക്വയർ റൂട്ടാണ് എടുക്കുന്നത്. എക്സ് ടാൻ സ്ക്വയർ തീറ്റയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് എന്ന് എഴുതാം. സോ ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തീറ്റയ്ക്ക് പകരം നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് ആണ്. സോ ഹെൻസ് നമുക്ക് LHS കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്തത് RHS എടുത്ത് LHSലോട്ട് കൺവേർട്ട് ചെയ്യുമായിരുന്നു, പ്രൂവ് ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9 ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആദ്യം ഇതിനകത്തെ ആ 1 പ്ലസ് സൈൻ എക്സ് 1 മൈനസ് സൈൻ എക്സ് അതിനെയാണ് മാറ്റാൻ പോകുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് 1 പ്ലസ് എക്സ് ആയിരുന്നപ്പം അതിനോട്ട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി കൊടുത്തിട്ടാണ് സിംപ്ലിഫിക്കേഷൻ ചെയ്തത്. ഇവിടെ 1 പ്ലസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഈ 1 പ്ലസ് സൈൻ എക്സ് വന്നാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 1 പ്ലസ് സൈൻ എക്സിനായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തത് കൊണ്ട് ഈ 1നും സൈൻ എക്സിനും നമ്മൾ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി കൊടുത്തിട്ട് ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കുക. അതായത് 1ന് പകരം നമ്മൾ നോർമലി 1ൻ്റെ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് നമ്മൾ 10th പഠിക്കുന്നുണ്ട്. സി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ ഇക്വേഷൻ്റെ പ്രത്യേകത ഈ തീറ്റയുടെ പ്ലേസിൽ എന്ത് വന്നാലും സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് വന്നാൽ 1 ആണ്, സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ വൈ 1 ആണ്. അപ്പോൾ തീറ്റയുടെ പ്ലേസിൽ എന്ത് വന്നാലും ഇത് സെയിം ആയിരിക്കണം, അതിൻ്റെ ആൻസർ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 1ന് പകരം ഞാൻ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കത്തക്ക രീതിയിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതും കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതും 1 ആണ്. ഇവിടെ ഞാൻ അപ്പോൾ ഈ 1ന് പകരം കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കൊടുക്കുക. ഈ 1ൻ്റെ സ്ഥാനത്താണ് ഇത്രയും കൊടുത്തേക്കുന്നത്, കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഇനിയും സൈൻ എക്സിന് പകരം അത് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു, സൈൻ 2xൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്, 2 സൈൻ എക്സ് കോസ് എക്സ്. അപ്പോൾ സൈൻ 2x 2 സൈൻ എക്സ് കോസ് എക്സ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സൈൻ എക്സ് എഴുതാം. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 2xൻ്റെ പ്ലേസിൽ നിന്ന് നമുക്ക് എക്സ് എഴുതണമെങ്കിൽ 2 സൈൻ ഹാഫ് ആംഗിൾ ഫോർമുല, ഈ ആംഗിൾ അങ്ങ് ഹാഫ് ആക്കിയാൽ മതി. അപ്പോൾ സൈൻ 2x ആയ 2 സൈൻ എക്സ് കോസിൽ എക്സിൽ നിന്നും നമുക്ക് സൈൻ എക്സ് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് എഴുതാൻ പറ്റും.
ആ ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ സൈൻ എക്സിൻ്റെ ഇക്വേഷൻ ഈ ഹാഫ് ആംഗിൾ ആയതുകൊണ്ടാണ് ഇവിടെയും നമ്മൾ എക്സിന് x/2 കൊടുത്തേക്കുന്നത് കേട്ടോ. എക്സിന് എന്ത് വേണേലും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ x/2 കൊടുത്തേക്കുന്നതിന് കാരണം ഇതിനകത്ത് x/2 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോർട്ടാക്കി ഇക്വേഷൻ എഴുതാൻ പറ്റും. സോ പ്ലസ് 2 sin x/2 cos x/2 എന്ന് വരും. cos x/2. ഇനിയും ഇത് നോക്കിയാൽ വീണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ള സ്മോളർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി മോഡലിലാണ് കിടക്കുന്നത്. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ആ ഐഡൻറ്റിറ്റി ഞാനിവിടെ റൈറ്റിലോട്ട് എഴുതുന്നു. a² പ്ലസ് b² പ്ലസ് 2ab. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. cos² x/2 a² പ്ലസ് sin² x/2 b² പ്ലസ് 2 ഇൻറ്റു cos x/2 ഇൻറ്റു sin x/2. സോ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് a² പ്ലസ് b² പ്ലസ് 2ab ആണ്. We have a² plus b² plus 2ab is a plus b the whole square. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ മാറ്റം വരുത്താം? വിച്ച് ഈസ് ഈക്വൽ ടു cos x/2 പ്ലസ് sin x/2 the whole square എന്ന് വരും. ഓക്കെ, സോ 1 പ്ലസ് സൈൻ എക്സിന് പകരമാണ് ഞാൻ ഈ വാല്യൂ കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ √1 പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം റൂട്ട് വരുന്ന ഒരു ഇക്വേഷനായിട്ട് മാറുക, ഒരു ആൻസറായിട്ട് സിംപ്ലിഫിക്കേഷനായിട്ട് മാറുക. ലാസ്റ്റിൽ റൂട്ടും സ്ക്വയറും വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു cos x/2 പ്ലസ് sin x/2. സോ √1 പ്ലസ് സൈൻ എക്സിന് പകരം നമുക്ക് cos x/2 പ്ലസ് sin x/2 എന്നുള്ള ഐഡൻറ്റിറ്റി കൊടുക്കാം. അതേപോലെ നമുക്ക് അടുത്തത് സെയിം ആയിട്ട് √1 മൈനസ് സൈൻ എക്സ് വന്നാൽ ഇതിനകത്തൊരു ചെറിയ ചേഞ്ചേ ഉള്ളൂ, നടുക്ക് സൈൻ നെഗറ്റീവ് ആകും. അപ്പോൾ അത് a പ്ലസ് b ദ ഹോൾ സ്ക്വയറിന് പകരം ബാക്കി 1ന് നമ്മൾ കൊടുക്കുന്ന ഐഡൻറ്റിറ്റി സെയിം തന്നെ, cos² x/2 പ്ലസ് sin² x/2 മൈനസ് വന്നുകൊണ്ട് മൈനസ് 2 sin x/2 cos x/2 എന്ന് വരും. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു √a മൈനസ് b ദ ഹോൾ സ്ക്വയർ ആണ്. cos x/2 മൈനസ് sin x/2 ദ ഹോൾ സ്ക്വയർ √cos x/2 മൈനസ് sin x/2 cos x/2 മൈനസ് sin x/2. ഈ രണ്ട് വാല്യൂവും ഇവിടെ 1 പ്ലസ് സൈൻ എക്സ് 1 മൈനസ് സൈൻ എക്സ് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് വാല്യൂവും നമ്മൾ ഈ ഇക്വേഷനകത്ത് ക്വസ്റ്റ്യനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ കോട്ട് ഇൻവേഴ്സ് 1 പ്ലസ് സൈൻ എക്സിൻ്റെ √1 പ്ലസ് സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് cos x/2 പ്ലസ് sin x/2 പ്ലസ് √1 മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് cos x/2 മൈനസ് sin x/2 ബൈ ഡിനോമിനേറ്ററും അതുപോലെ √1 പ്ലസ് സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് cos x/2 പ്ലസ് sin x/2 മൈനസ് ഓഫ് cos x/2 മൈനസ് sin x/2 ആണ്. മൈനസ് ഓഫ് cos x/2. അപ്പോൾ മൈനസിൻ്റെ പ്രത്യേകത മൈനസ് ഓഫ് കഴിഞ്ഞ് 2 ടേം വരുന്നുണ്ട്. ഈ cos x/2 മൈനസ് sin x/2ൻ്റെ ആ രണ്ടാമത്തെ മൈനസ് പോസിറ്റീവായിട്ട് മാറും. മൈനസ് ഓഫ് വരുന്നുണ്ട്, മൈനസ് കഴിഞ്ഞ് 2 ടേം വരുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളിവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് പിന്നെ ഓപ്പൺ ചെയ്യണമായിരുന്നു നെഗറ്റീവ്. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് ഒറ്റയടിക്ക് ഓപ്പൺ ചെയ്തേക്കുക. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ന്യൂമറേറ്ററിൽ നിന്ന് കട്ടായി, ഡിനോമിനേറ്ററിൽ നിന്ന് കട്ടായി. ഓക്കെ, സോ നമുക്ക് ബാക്കി കിട്ടുന്നത് എന്തൊക്കെയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ന്യൂമറേറ്ററിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ. cos x/2 പ്ലസ് cos x/2 2 cos x/2 എന്ന് വരും. ഡിനോമിനേറ്ററിൽ നമുക്ക് സൈൻ തമ്മിൽ ആഡ് ചെയ്താൽ 2 sin x/2 എന്ന് വരും. വീണ്ടും നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, 2ഉം 2ഉം കട്ട് ചെയ്യാം. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് cos ബൈ സൈൻ cos തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് x/2 കോട്ട് തീറ്റയ. ലാസ്റ്റ് സ്റ്റെപ്പിൽ കോട്ട് ഇൻവേഴ്സ് കോട്ട് x/2 ഈസ് ഈക്വൽ ടു x/2. സോ ഇത്തിരി ലെങ്തി ആണെന്നേ ഉള്ളൂ. ആ ഇക്വേഷൻ ഐഡൻറ്റിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. സോ ക്വസ്റ്റ് നമ്പർ 11 ആണ് അടുത്തത് പോകുന്നത്. ക്വസ്റ്റ് നമ്പർ 11 ഇവിടെ ഈ 10th പോലെ തന്നെ ഏകദേശം സെയിം ആയിട്ടാണ്. സോ നോക്കി തമ്മിൽ തെറ്റാൻ സാധ്യതയുണ്ട്. ഇവിടെ 1 പ്ലസ് സൈൻ എക്സ് ആണ്, ഇവിടെ 1 പ്ലസ് എക്സ് ആണ്. 1 പ്ലസ് സൈൻ എക്സും 1 മൈനസ് സൈൻ എക്സും വന്നാൽ മാത്രം നിങ്ങൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഈ രീതിയിലുള്ള ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്താൽ മതി. എക്സ് ഒക്കെ വരുവാണെങ്കിൽ നമുക്കറിയാവുന്ന എക്സിന് നമുക്കൊരു ട്രിഗ്നോമെട്രി കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ അറിയാവുന്ന രീതിയിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്കിപ്പോൾ എക്സ് ആയതുകൊണ്ട് 1 പ്ലസ് എക്സ് ആയതുകൊണ്ട് നമുക്ക് 1 പ്ലസ് വരുന്ന ഐഡൻറ്റിറ്റി നമുക്കറിയാം. 1 പ്ലസ് കോസ് തീറ്റ അല്ലെങ്കിൽ 1 പ്ലസ് കോസ് 2 തീറ്റ.
രണ്ടും കൊടുക്കാം. എക്സിന് കോസ് 2 തീറ്റയും കൊടുക്കാം, അല്ലെങ്കിൽ കോസ് തീറ്റ കൊടുത്തിട്ട് 1 + കോസ് തീറ്റ ഹാഫ് ആംഗിൾ ആണെന്നേ ഉള്ളൂ. പ്ലസ് വന്നാൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2, 1 - കോസ് തീറ്റ വന്നാൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ 1 + എക്സ് എന്ന് പറയുന്നിടത്ത് എക്സിന് പകരം നമ്മളൊരു കോസ് തീറ്റ എന്ന് കൊടുത്താൽ 1 + കോസ് തീറ്റ നമുക്കറിയാം 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. 1 + കോസ് തീറ്റ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. അതുപോലെ 1 - കോസ് എക്സിൻ്റെ സ്ഥാനത്തും സെയിം എക്സിന് നമ്മൾ ഒറ്റ ഒരു വാല്യൂ കൊടുത്താൽ മതി കോസ് തീറ്റ എന്ന്. അപ്പോൾ അത് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് മാറും. അപ്പം നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഐഡൻറ്റിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് പുട്ട് എക്സ് = കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. കോസ് തീറ്റ എന്ന് കൊടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് LHSൽ എങ്ങനെ മാറ്റം വരാം? ടാൻ ഇൻവേഴ്സ് ഓക്കെ √1 + കോസ് തീറ്റ എന്നാവും, മൈനസ് √1 - കോസ് തീറ്റ ബൈ √1 + കോസ് തീറ്റ പ്ലസ് √1 - കോസ് തീറ്റ, which is equal to ടാൻ ഇൻവേഴ്സ് 1 + കോസ് തീറ്റ. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എക്സിന് കോസ് തീറ്റ കൊടുത്തത്. 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആ ഓക്കെ. സോ √2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 മൈനസ് √2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ബൈ √2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 പ്ലസ് √2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇനി √2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 റൂട്ട് എടുത്ത് കഴിയുമ്പോൾ കോസ് സ്ക്വയറിൻ്റെ റൂട്ട് കോസ് ആവും, പക്ഷേ √2 അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമ്മളവിടെ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ടാൻ ഇൻവേഴ്സ് 2-ൻ്റേത് √2 ആണ്, കോസ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് കോസ് തീറ്റ ബൈ 2 ആണ്, മൈനസ് √2 സൈൻ തീറ്റ ബൈ 2 ബൈ √2 കോസ് തീറ്റ ബൈ 2 പ്ലസ് √2 സൈൻ തീറ്റ ബൈ 2. സോ നമുക്ക് എല്ലാ സ്റ്റെപ്പിൽ നിന്നും നമുക്ക് ഒരു √2 എടുത്ത് കട്ട് ചെയ്ത് കളയാം. സോ കോസ് തീറ്റ ബൈ 2 മൈനസ് സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 പ്ലസ് സൈൻ തീറ്റ ബൈ 2 ആവും. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 1-2 പ്രോബ്ലത്തിനകത്ത് ഇതിൻ്റെ ഒരു ബാക്കി സ്റ്റെപ്പ് വരുന്നുണ്ടായിരുന്നു, എവിടേക്കോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ആംഗിളിൽ കിടക്കുന്നവരെ ത്രൂ ഔട്ട് ഒരു കോസ് തീറ്റ ബൈ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എവിടെയൊക്കെയോ പ്രോബ്ലത്തിൽ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. സോ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് കോസ് തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 1 മൈനസ് ടാൻ സൈൻ ബൈ കോസ് ടാൻ ആകും ബൈ 1 പ്ലസ് ടാൻ തീറ്റ ബൈ 2 ആവും. 1 മൈനസ് ടാൻ തീറ്റ ബൈ 2 ബൈ 1 പ്ലസ് ടാൻ തീറ്റ ബൈ 2 എന്ന് വരും ആംഗിൾ. ഇനി ഇതും നമ്മുടെ ഒരു ഇക്വേഷന് നമ്മുടെ ഇക്വേഷനകത്ത് നമുക്ക് വരുന്നതാണ് 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് പറയുന്നത്, പ്ലസ് വന്നാലും മൈനസ് വന്നാലും നമുക്ക് എഴുതാം. 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് പറയുന്നത് ടാൻ π/4 മൈനസ് എക്സ് ആണെന്ന് നമ്മളൊരു ഇക്വേഷനകത്ത് പഠിക്കുന്നുണ്ട്. ഇതൊരു ഇക്വേഷന് 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ π/4 മൈനസ് എക്സ്. സി ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് തീറ്റ ബൈ 2 ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ടാൻ ഇൻവേഴ്സ് നമുക്ക് ടാൻ 1 മൈനസ് സി എക്സിൻ്റെ സ്ഥാനത്ത് അവിടെ വരുന്നത് π/2 ആണ്. സോ ടാൻ ഇൻവേഴ്സ് ടാൻ π/4 മൈനസ് തീറ്റ ബൈ 2 എന്ന് വരും. ടാൻ ഇൻവേഴ്സ് ടാൻ π/4 മൈനസ് തീറ്റ ബൈ 2. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിവിടെ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ആയതുകൊണ്ട് π/4 മൈനസ് തീറ്റ ബൈ 2. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കുന്നത് എന്താണ്? എക്സിന് കൊടുത്തേക്കുന്നത് കോസ് തീറ്റ ആണ്, അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റയാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. ലാസ്റ്റിൽ നമുക്കിതിന് സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ച് തീറ്റയ്ക്ക് പകരം വാല്യൂ കൊടുത്താൽ π/4 അതേപോലെ തീറ്റ കോസിന് എക്സ് കോസ് തീറ്റ ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ. സോ
ഈ തീറ്റയുടെ സ്ഥാനത്ത് നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് മാറും. അപ്പോൾ θ/2 എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് x/2 ഓർ 1/2 കോസ് ഇൻവേഴ്സ് എക്സ്. ഇതാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. π/4 മൈനസ് 1/2 കോസ് ഇൻവേഴ്സ് എക്സ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 പോകാമേ. ക്വസ്റ്റ്യൻ നമ്പർ 12. 9π/8 മൈനസ് 9/4 സൈൻ ഇൻവേഴ്സ് 1/3 is equal to 9/4 സൈൻ ഇൻവേഴ്സ് 2√2/3. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡ് LHS തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2-3 രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാമേ. നമുക്ക് ആദ്യം LHS സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ഒരു 9/4 അങ്ങ് കോമൺ എടുക്കാം. 9/4 അങ്ങ് കോമൺ എടുക്കാം. സോ 9π/8 നിന്ന് 9/4 കോമൺ എടുത്താൽ π/2 വരും. അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കാം. 9π/8. സെക്കൻഡ് ടേമിൽ നിന്നും നമ്മൾ 9/4 സൈൻ ഇൻവേഴ്സ് 1/3 ആണ് സെക്കൻഡ് ടേം. സോ സെക്കൻഡ് ടേമിൽ നിന്ന് 9/4 കോമൺ എടുത്താൽ സൈൻ ഇൻവേഴ്സ് 1/3 എന്ന് വരും. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഒരു ഐഡൻറ്റിറ്റി ഇതിനകത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. ഇതിൽ നിന്നും സൈൻ ഇൻവേഴ്സ് റൈറ്റിലോട്ട് കൊണ്ടുപോയാൽ കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. സോ അതുമായിട്ട് കമ്പയർ ചെയ്തുകൂടെ ഇത്? അതായത് π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്ലേസിൽ 1/3 ആണെന്നേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് പകരം 9/4 ഇൻറ്റു π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് 1/3 നമുക്ക് കോസ് ഇൻവേഴ്സ് 1/3 എന്ന് എഴുതാം. സോ നമുക്ക് ആൻസർ ഇപ്പം 9/4 കോസ് ഇൻവേഴ്സ് 1/3 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ കിടക്കേണ്ടത് സൈൻ ഇൻവേഴ്സിലാണ്. 9/4 കോസ് ഇൻവേഴ്സ് അല്ല, സൈൻ ഇൻവേഴ്സാണ് വേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പ് പഠിച്ച ഈ ആദ്യത്തെ പ്രോബ്ലത്തിൽ പഠിച്ചതുപോലെ കോസും സൈനും വന്ന് ടാനിലാക്കാനും ഏതിലോട്ട് മാറ്റാനും, ടാനിലാക്കാനാണ് നമ്മൾ കൂടുതൽ ചെയ്തത്, ട്രയാങ്കിൾ ലോ വെച്ച് ചെയ്തു. അപ്പം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോസിൽ വന്നാൽ സൈനിനാക്കാനും നമുക്ക് ആ സെയിം മെത്തേഡ് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പം നമുക്ക് കിടക്കുന്നത് കോസ് ഇൻവേഴ്സ് 1/3 എന്നുള്ളതാണ്. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സൈനിൻ്റെ വാല്യൂ ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. സോ ടേക്ക് y, A, B, C ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ടു ബി. അക്യൂട്ട് ആംഗിൾ C ഞാൻ y എന്നെടുത്തു. സോ കോസ് ഈസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ AB² പ്ലസ് BC² ഇസ് ഈക്വൽ ടു AC² ആണ്. AB² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. BC² 1 ആണ്. AC² ഇസ് ഈക്വൽ ടു 9 വരും. സോ AB² ഇസ് ഈക്വൽ ടു 9 മൈനസ് 1 8 ആണ്. AB ഇസ് ഈക്വൽ ടു √8 ആണ്. √8നെ നമുക്ക് 4 ഇൻറ്റു 2 ആണ് 8, 2√2 എന്ന് നമുക്ക് √8നെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള, ഇതുവരെ നമ്മൾ പഠിച്ച പ്രോബ്ലത്തിൽ നമ്മൾ ടാനിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സൈനിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് ഞാൻ സൈൻ y എഴുതുന്നു. അപ്പോൾ ഈ വാല്യൂ 2√2 ആണ്. സൈൻ y എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. സോ കോസ് ഇൻവേഴ്സ് 1/3 ഈക്വൽ ആണ് സൈൻ ഇൻവേഴ്സ് 2√2/3 എന്ന് പറയുന്നത്. സൈൻ ഇൻവേഴ്സ് 2√2/3. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ലാസ്റ്റിൽ നമുക്ക് 9/4 കോസ് ഇൻവേഴ്സ് 1/3 ഇസ് ഈക്വൽ ടു 9/4 സൈൻ ഇൻവേഴ്സ് 2√2 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. വിച്ച് ഇസ് ദ ആൻസർ. കോസ് ഇൻവേഴ്സിൽ കിടക്കുന്നതിനെ നമ്മൾ സൈനിലോട്ട് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13 സോൾവ് ആ പറയുന്നത്. സോൾവ് ചെയ്യാനാണ്. സോൾവ് 2 tan ഇൻവേഴ്സ് cos x is equal to tan inverse 2 cosec x. See, prove that അല്ല, സോൾവ് ആണ്. സോൾവ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ്. സോ ഇത് ഈക്വൽ ആണ്. ഇത് രണ്ടും എടുത്തിട്ട് വേണം നമ്മളപ്പോൾ അത് ചെയ്യാൻ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്.
നമുക്ക് എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നത് 2 tan inverse cos x ആണ്. അവിടെ ഞാൻ 2 tan inverseൻ്റെ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 2 tan inverse x എന്ന് പറയുന്നത് tan inverse 2x by 1 minus x square എന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് ആണ്, എക്സിൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അത് കൊടുക്കുമ്പം 2 tan inverse x is equal to tan inverse 2 എക്സിൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ലെഫ്റ്റ് സൈഡ് ഞാൻ പറഞ്ഞു സോൾവ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ഇക്വലൻ്റ് ആയിട്ട് എഴുതി പോകണം. ആൻഡ് റൈറ്റ് സൈഡ് ഞാൻ കൊടുക്കുന്ന സിംപ്ലിഫിക്കേഷൻ കൊസീക്കിന് പകരം നമുക്കറിയാം കൊസീക്ക് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് സൈൻ ആണ്. സോ കൊസീക്കിനെ 1/sin എന്ന് കൊടുക്കാം. അപ്പോൾ 2 കൊസീക്ക് എന്ന് പറഞ്ഞാൽ 2/sin വരും. ഇനി രണ്ട് സൈഡും ടാൻ ഇൻവേഴ്സ് ആണ്. രണ്ട് സൈഡും ടാൻ ഇൻവേഴ്സ് ആണ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ ക്ലിയർലി ഇവരുടെ ആംഗിൾസ് മസ്റ്റ് ബി ഈക്വൽ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 cos x by 1 minus cos square x is equal to 2/sin x. രണ്ട് സൈഡിലെ ടാൻ ഇൻവേഴ്സ് കളഞ്ഞു. അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ആണെങ്കിൽ ക്ലിയർലി എക്സ് ഇസ് ഈക്വൽ ടു വൈ ആയിരിക്കും. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ബൈ ഫസ്റ്റ്ലി നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് നമുക്കറിയാം, ഐഡൻറ്റിറ്റിയാണ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 2/sin x ആണ്. ഇനി മാത്സിൻ്റെ സ്റ്റെപ്പ് തന്നെയാണ്. ഒരു സൈൻ എക്സ് ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം 2ഉം 2ഉം ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, സോ കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് വരും ഇസ് ഈക്വൽ ടു 1. കോസ് എക്സ് ബൈ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോട്ട് എക്സ്. സോ കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം കോട്ടിൻ്റെ ഏത് വാല്യൂ ആണ് 1 എന്ന് നോക്കിയാലും മതി. ഏതാ? π/4. സോ സോൾവ് ആൻസർ കിട്ടുന്നത് എക്സ് ഇസ് ഈക്വൽ ടു π/4 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. അതും സോൾവ് തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ടാൻ ഇൻവേഴ്സ് ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന ഈ ഒരു ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്, അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് ഈ 1ൻ്റെ സ്ഥാനത്ത് നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് 1ന് പകരം ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ വന്നാൽ അത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി. ഇതാണ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുക. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 1നെ ഒന്ന് സപ്പോസ് ചെയ്യുക, വൈയുടെ സ്ഥാനത്ത് എക്സ് ബൈ 1 പ്ലസ് എക്സ് ഇൻറ്റു വൈ. ഞാൻ ഒരു എക്സ് എന്ന് എഴുതിയാൽ അതിന് നമുക്ക് 1 ഇൻറ്റു എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എക്സ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമുക്ക് ഈ ഐഡൻറ്റിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാം. എക്സിൻ്റെ പ്ലേസിൽ 1, വൈയുടെ പ്ലേസിൽ എക്സ്, അപ്പം 1 പ്ലസ് 1 ഇൻറ്റു എക്സ്. ഈ ഇക്വേഷനെ നമ്മൾ ടാൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് എഴുതിയാൽ വിച്ച് ഇസ് ഈക്വൽ ടു, അത് ആരുടെ ഐഡൻറ്റിറ്റിയാണ്? ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയാണ് വരുന്നത്. സോ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിന് പകരം അപ്പോൾ അതാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിന് കൊടുക്കുന്നത്. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സിന് പകരം നമുക്ക് ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കും. ഇസ് ഈക്വൽ ടു ഹാഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സിനെ നിങ്ങൾ റൈറ്റിലോട്ട് കൊണ്ടുപോകാം. ടാൻ ഇൻവേഴ്സ് 1 നമുക്ക് ടാൻ ഇൻവേഴ്സ് 1ന് വാല്യൂ എഴുതാനുണ്ട്. ഹാഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാവും.
മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സിനെ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ. ഇനി ടാൻ ഇൻവേഴ്സ് 1ൻ്റെ സ്ഥാനത്ത് π/4 കൊടുക്കുക. ടാൻ π/4 ആണ് 1. ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. 1/2 ടാൻ ഇൻവേഴ്സ് എക്സും 1 ടാൻ ഇൻവേഴ്സ് എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3/2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ടാൻ ഇൻവേഴ്സ് 1 π/4 ആകും. 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 3/2 ടാൻ ഇൻവേഴ്സ് എക്സ്, വിച്ച് ഇംപ്ലൈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ കൊണ്ടുവരുന്നു. അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യാമേ. ഓക്കെ, സോ നമുക്ക് ആൻസർ എന്തോ വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π/6 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാവും, വിച്ച് ഇംപ്ലൈസ് π/6 ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ടാൻ π/6. ടാൻ π/6 180/6 30 ആണ്. ടാൻ 30 ഈസ് ഈക്വൽ ടു 1/√3. സോ എക്സിൻ്റെ വാല്യൂ 1/√3 എന്ന് വരും. ക്വസ്റ്റ്യൻ നമ്പർ 14 തൊട്ട് ഓപ്ഷണലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15 തൊട്ട് ഓപ്ഷണൽ ക്വസ്റ്റ്യനാണ്. നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15 ആദ്യം നോക്കാം. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളതാണ്. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് ഓപ്ഷൻ കിടപ്പുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ആദ്യം ഈ ടാൻ ഇൻവേഴ്സ് എക്സിനെ നിങ്ങൾ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിന് പകരം നമ്മളൊരു വാല്യൂ എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, അല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. ടാൻ ഇൻവേഴ്സ് എക്സിനെ നിങ്ങൾ y എന്ന് എടുക്കുക. സോ ടാൻ y ഇസ് ഈക്വൽ ടു എക്സ് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന മാറ്റം നമുക്ക് എങ്ങനെയാവും? വിച്ച് ഇംപ്ലൈസ് സൈൻ y എന്ന് വരും. ഇനിയും സൈൻ y, അതായത് നമ്മൾ ട്രയാങ്കിൾ വരച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ സൈൻ y-നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള y-യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സൈൻ y എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്നത്, നമ്മളിവിടെ ടാൻ y-നെയാണ് എക്സ് എന്ന് എടുത്തത്. ഞാനിവിടെ y എടുക്കുന്നു. ഓക്കെ, എ ബി സി എന്നുള്ളതാണ്. ടാൻ y നമ്മൾ എക്സ് എന്ന് എടുത്തു. ഇനി ടാൻ y എന്ന് പറയുന്നത് നമുക്ക് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. നമ്മൾ നേരത്തെ ചെല്ലുന്നതിൻ്റെ കൂട്ട് തന്നെ അതിന് പകരം നമുക്കിവിടെ എന്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ? എക്സും 1ഉം. നമ്പറിന് പകരം എക്സും 1ഉം ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എഴുതുക. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ AC² ഇസ് ഈക്വൽ ടു AB² പ്ലസ് BC² എന്ന് വരും, which is equal to AB² x² plus 1. So AC is equal to root of 1 plus x². അപ്പോൾ ഇവിടെ root of 1 plus x² എന്ന്. അപ്പോൾ tan y is equal to x ആണെങ്കിൽ sin y എന്ന് പറയുന്നത് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? sin y എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസാണ്. സോ എക്സ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് x² എന്ന് വരും. ക്ലിയറായോ? നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ കൂട്ടേ ഉള്ളൂ, നമ്പർ വന്ന കേസിൽ ചെയ്തതിൻ്റെ കൂട്ടി ഇവിടെ എക്സും 1ഉം വന്നിരുന്ന് ചെയ്യുക. സൈൻ y എക്സ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് x² ആണെങ്കിൽ y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് x² എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ y എന്ന് കൊടുത്തിരുന്നത് എന്തിനെയായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സിനെയാണ്. സോ ഈ yക്ക് പകരം നമ്മൾ തിരിച്ച് വാല്യൂ കൊടുക്കുന്നു. ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് x². ടേക്കിംഗ് സൈൻ ഓൺ ബോത്ത് സൈഡ്. അങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യാമേ. നമുക്ക് രണ്ട് സൈഡിലും ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് ആവശ്യം വരുമ്പം ടേക്കിംഗ് സൈൻ, ടേക്കിംഗ് കോസ്, ടേക്കിംഗ് ടാൻ, അത് അങ്ങനെ ഇക്വലൻ്റ് ആയിട്ട്, കാരണം നമുക്കിവിടെ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് ആയതുകൊണ്ട് ടേക്കിംഗ് സൈൻ ഓൺ ബോത്ത് സൈഡ്, രണ്ടിലും സൈൻ എടുക്കുന്നു. അതായത് ലെഫ്റ്റ് സൈഡ് അപ്പം സൈൻ ടാൻ ഇൻവേഴ്സ് എക്സും വരും, റൈറ്റ് സൈഡ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് x² വരും. ഇനിയും സൈൻ ഇൻവേഴ്സ് തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റയാണ്. സോ എക്സ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് x² വരും ആൻസർ. നമ്മൾ സാധാരണഗതിയിൽ ട്രയാങ്കിൾ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ഉള്ളൂ. അതിൽ നിന്നും നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചു. ടാൻ y-നെ എക്സ് എന്ന് എടുത്ത്, ടാൻ ഇൻവേഴ്സ് എക്സിന് y കൊടുത്തു, ടാൻ y-നെ എക്സ് എന്ന് എടുത്തു.
അതിനുശേഷം ട്രയാങ്കിൾ വരച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് സൈൻ വൈ കണ്ടു. അവിടുന്ന് വൈ എടുത്തു, വൈക്ക് പകരം ടാൻ ഇൻവേഴ്സ് എക്സ് റീപ്ലേസ് ചെയ്തു. ദെൻ ടേക്കിംഗ് സൈൻ ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും സൈൻ എടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ആവും.